കറന്റ്ലി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിനെ പല രീതിയിലായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം, പെട്രോൾ, അങ്ങനെ ഒരുപാട് വിഷയത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, നമ്മുടെയൊക്കെ ഒരു ഏജുള്ള കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ആർക്കും ഈ യുദ്ധത്തിനെ പറ്റിയോ ഈ പറയുന്ന ഇപ്പം ഗ്യാസിന്റെ അവൈലബിലിറ്റി ഇല്ലാതായതിനെ പറ്റിയോ അല്ലെങ്കിൽ കുറഞ്ഞതിനെ പറ്റിയോ ഒന്നും ഒരു നോളേജ് ഇല്ല. ഒരു ടീനേജിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ നടക്കുന്ന യുദ്ധത്തിനെ പറ്റി സഫാന്റെ സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങൾ നടികർ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ടൊവിനോന്റെ ഒരു ഡയലോഗ് ഉണ്ട്. ഒരു നഗരത്തിലൊരു കലാപം നടന്നാൽ, ഒരു അനീതി നടന്നാൽ അന്ന് ഈവനിങ് ആവുന്നതിനുള്ള അവിടെ ഒരു കലാപം നടന്നിരിക്കുന്നു. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോഴല്ലേ ഈ യുദ്ധം ഒന്ന് തുടങ്ങിയത്. ഞാൻ മനസ്സിലാക്കിയതിന് അങ്ങനെയാണ്. പിന്നെ യുദ്ധം കോർഡിനേറ്റ് ചെയ്യുന്നവരെല്ലാവരും ഒക്കെ ഏജ്ഡായ ആളുകളാണ്. മനുഷ്യായുസ് മിനിമം എത്ര ഉണ്ടോ അതിന്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. ഏത് രാജ്യക്കാരായിക്കോട്ടെ. ഇവിടെ അടുത്തതായി ജീവിക്കേണ്ടത് നമ്മളാണ്. അയ്യപ്പനും കോശിത്തൊരു ഡയലോഗൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ പറയുകയാണെങ്കിൽ, രാജ്യത്തിന്റെ ഉള്ളിൽ കളിക്കാനുള്ള ഗ്രൗണ്ട് പോയപ്പോൾ വീണ് കിട്ടിയൊരു കളി അതങ്ങ് ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ജീവിക്കേണ്ട അടുത്ത ജനറേഷൻ നമ്മളാണ്. ശരിക്കും ഇവർ ഈ യുദ്ധം ചെയ്ത് ഇവിടുത്തെ റിസോഴ്സസ് ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മളിവിടെ ഇങ്ങനെ സർവൈവ് ചെയ്യും. ഇവർക്കിനൊന്നും നോക്കാം.